നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് കാട്ടാള മൂവിയുടെ ഒഫീഷ്യൽ ടീസറാണ്. ആൻഡ് ഈ ഒരു മൂവിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ആന്റണി വർഗീസ് പ്ലസ് സുനിൽ അല്ലേ, സുനിൽ മറ്റേ സുനിലല്ലേ, സുനില്, പിന്നെ അതുപോലെ കബീർ, അങ്ങനെയുള്ള ആൾക്കാരുടെ ഒക്കെ പേരുണ്ട്. പിന്നെ നമ്മളെ ജസല വിജയൻ, അങ്ങനെയുള്ള കുറച്ച് പേരുണ്ട്. ഏകദേശം ഒരു മാസ് പടത്തിന്റെ ഒരു ഫീല് ഓൾറെഡി തമ്മിലും ഉണ്ട്. അത് കൂടാണ്ട് തന്നെ ആ പേരുകൾ, ആക്ടേഴ്സിന്റെ പേരുകളിലും ആ ഒരു സംഭവം കിട്ടുന്നുണ്ട്. കാരണം സുനിൽ എന്ന് പറഞ്ഞാൽ പണ്ടാണ് കുറെ കോമഡി ഒക്കെ ചെയ്യുന്നത്. ഇപ്പൊ ചെയ്യുമ്പോൾ കുറച്ച് സീരിയസ് റോളുകളൊക്കെ ചെയ്യാറുണ്ടാണ്. നമ്മളറിയാം എന്താ പറയാ, ഹീറോ ആയിട്ട് ചെയ്തിട്ടുണ്ട് കുറെ മൂവീസ്. നമ്മൾ തന്നെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളുടെ മര്യാദരാമന്റെ ഒറിജിനൽ വേർഷനകത്ത് നല്ല ഒരു കറക്റ്റ് ആ ഒരു ഹീറോ ആയിട്ട് തന്നെ നല്ലോണം. പിന്നെ നമുക്കറിയാം അദ്ദേഹം നല്ലൊരു ഡാൻസറും കൂടിയാണ്. എന്താ പറയാ, നമ്മള് കോമഡി ആയിട്ടൊക്കെ കാണുന്നുണ്ടെങ്കിലും പക്ഷെ അതല്ല റിയൽ ആള്. കോമഡി ആയിട്ട് ഡാൻസ് ചെയ്യുന്നതാണ്, പക്ഷെ ആക്ച്വലി കോമഡി മാത്രമല്ല, ആൾക്ക് നന്നായിട്ട് ഡാൻസ് ചെയ്യാൻ പറ്റും. നന്നായി ഡാൻസ് ചെയ്യാം. അപ്പൊ എന്തായാലും ഇതിന്റെ ഡയറക്ടറെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയ പേരാണ് പോൾ ജോർജ്, പുതിയ ആളാണെന്ന് തോന്നുന്നു. മ്യൂസിക് അജനീഷ് ലോകനാഥ്, നമുക്കറിയാം. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു കാട്ടാളൻ എന്നൊക്കെ പറയുമ്പോ ഏകദേശം ഒരു പണ്ടത്തെ ഒരു ഇല്ലേ പേര് കുറച്ച് കാട്ടാളൻ. നമ്മള് അങ്ങനെ വിളിക്കുന്ന ആരെയാണ്? മറ്റേ കുറച്ച് ഇഷ്ടമില്ലാത്ത ആൾക്കാരെയൊക്കെ വിളിക്കുന്നു അല്ലെ, കാട്ടാളന്നൊക്കെ അല്ലെ, ആ ഒരു രീതിയിലെ വിളിക്കുക. അതായത് കുറച്ചുകൂടി ഒരു കാടൊക്കെ ബന്ധപ്പെട്ട ഒരു സ്വഭാവമൊക്കെ ഉള്ള ആൾക്കാർ. പിന്നെ അതുപോലെ തന്നെ ആന്റണി വർഗീസ് പെപ്പ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അടിപ്പടാണ് ആൾക്ക് ചേരുക, നന്നായിട്ട് ചേരും. അത് പ്രത്യേകിച്ച് നമ്മൾ RDX മൂവി റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്. കാരണം ആ ഫസ്റ്റ് സീനിൻ്റെ തന്നെ ആ ഒരു അടി തുടങ്ങിയപ്പോൾ ഡയറക്ടർ കറക്റ്റ് ആന്റണിയിൽ തന്നെ ഫസ്റ്റ് അടി കാണിച്ചു. അല്ലെങ്കിൽ അവിടെ വേറെ ആക്ടേഴ്സ് ഉണ്ട്, പക്ഷെ ആന്റണിനെ തന്നെ യൂസ് ചെയ്ത് എന്തുകൊണ്ടായിരിക്കും എന്ന് വെച്ചാൽ ആന്റണി അടി അതൊരു കോമ്പിനേഷനാണ്. അജഗജാന്തരം കണ്ട ഇല്ലേ, കഥക്കാര അടിയൊക്കെ ഇല്ലേ, ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ കാണാൻ എന്താ സംഭവം എന്നുള്ളത്. അപ്പൊ ഈ ഒരു മൂവിനെ പറ്റിയിട്ടൊന്നും എനിക്ക് ശരിക്കും അറിയില്ലായിരുന്നു. കാരണം പക്ഷെ എന്തോ ഒരു പടം വരാൻ പോകുന്നുണ്ട് എനിക്ക് അറിയായിരുന്നു. കാരണം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെന്നുണ്ടെങ്കിലും കുറച്ചുകൂടി ആക്റ്റീവായിട്ട് എന്തൊക്കെയോ പോസ്റ്റേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എക്സ്പെക്ട് ചെയ്തു അപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു ടൈപ്പ് ഓഫ് റോൾസ് ആയിരിക്കും കുറച്ചുകൂടി സൂട്ട് ആവുക. അല്ലെങ്കിൽ നമ്മൾ കണ്ടേക്കുന്ന മൂവി ആണെങ്കിലൊക്കെ ആ ഒരു മാസ് സംഭവം വരുമ്പോഴാണ് എപ്പോഴും നമുക്കൊരു ഫീലിംഗ് കിട്ടും, നമ്മൾ ആസ് എൻ ഓഡിയൻസ് എന്നുള്ള രീതിയിൽ എന്നുള്ളത് കാണാം. ആനിമലിന്റെ എന്താണ് കാണിച്ചേക്കുന്നത് ഡിസ്ക്ലെയിമറിൽ? ഹോസ്പിറ്റലിന്റെ ഉണ്ടല്ലോ, കൊമ്പൊക്കെ ഉണ്ടല്ലോ. ഭയങ്കര ഒരു ഡാർക്ക് ഷെയ്ഡ്. ഓ ആന്റണി, ഓ കൊമ്പിന്റെ എന്തോ ആണോ? ആനക്കൊമ്പിന്റെ ടീം. ഓ എല്ലാ ഭാഷയിലും ഉണ്ട്. പാൻ ഇന്ത്യൻ. സ്കോർ മെയിൻ പെർഫെക്റ്റ് ടീസർ അല്ലേ, കുറേ സാധനം സ്കോറും ഇല്ലേ അമ്മാതിരി ആയിക്കള. എന്ത് സംഭവം എല്ലാത്തിലും. അതായത് ഈ അജനീഷ് ലോകനാഥ് എന്ന് പറയുമ്പോ ഇങ്ങനെ ഏത് പടത്തില് സ്കോർ ഉണ്ടെന്നാലും അത് ഭയങ്കരമായിട്ട് അങ്ങനെ ഭയങ്കര ഇമ്പാക്ട്. അത് മാത്രമല്ല കേട്ടോ, മൂവി ബേസ് ചെയ്തിട്ടാണ് സ്കോർ ഇടുന്നത്. കാരണം നമ്മളിപ്പോ ലാൻഡ് ലോഡിന്റെ ട്രെയിലർ റിയാക്ട് ചെയ്തേ ഉള്ളൂ, അതിൽ അജനീഷ് ഇട്ട സ്കോർ ഉണ്ടായിരുന്നു, കുറച്ച് ഡിഫറെന്റ് ആണ്. അത് നാടൻ വൈബില് ഇതിനകത്ത് കറക്റ്റ് നമുക്ക് തോന്നുന്നു ഒരു മലയാളി അല്ലാത്ത ഒരാളാണ് ചെയ്തേക്കുന്നത് എന്നുള്ളത് അല്ലേ. ആ ഒരു എന്തെന്നാ ഒരു ചെറുതായിട്ടൊരു മാർക്കോ വൈബൊക്കെ അടിച്ചോട്ടോ, ഒരു ഡാർക്ക് ഷെയ്ഡേ, ആ ഒരു ഷെയ്ഡും. പിന്നെ അതിലൊരു കാട്ടിലൊരു ഫൈറ്റ് ഉണ്ടല്ലോ, ഉണ്ണി മുകുന്ദൻ കാട്ടിൽ പോയിട്ട്. ഞാൻ കണ്ടായിരുന്നല്ലോ, ഞാൻ ഫുള്ള് കണ്ടില്ലല്ലോ, നമ്മള് റിയാക്ട് ഫുള്ള് ചെയ്തില്ല. ആ സമയത്ത് ഇപ്പൊ എന്തോ പറ്റിയമോ, പിന്നീട് ചെയ്യാൻ പറ്റിയില്ല, എന്തോ കാരണം കൊണ്ട് മുടങ്ങിപ്പോയായിരുന്നു. അല്ല വ്യൂസിന്റെ അല്ല, ആ സമയത്ത് നിർത്തി തന്നെയാണ്. എന്തോ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോണ്ടിരുന്നത്, അപ്പോ ആ സമയത്ത് എന്തോ നിന്ന് ഇവിടെ ഇല്ല, അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കയറിയായിരുന്നു. അതന്നെയാണ്. അപ്പൊ എനിക്ക് എന്തോ കുറച്ച് തിരക്കായി, അപ്പൊ ആ സമയം കൊണ്ട് നമ്മള് അതുകൊണ്ട് പകുതിക്ക് വെച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നതാണ്. ആൻഡ് നമുക്കറിയാം ആന്റണിയുടെ ക്യാരക്ടർ, നമുക്കറിയാം ആന്റണി ഈ ഒരു ടൈപ്പ് ഓഫ് റോൾ എന്ന് പറയുന്നത് ഭയങ്കര സേഫ് ആയിരിക്കും ആളുടെ കയ്യിൽ. കാരണം എന്താ വെച്ചാൽ എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ശരിക്കും ഇഷ്ടമാണോ ഇതൊക്കെ ചെയ്യുന്നതല്ലേ. കാരണം ആളെ കാണുന്ന സമയം ആളുടെ സംസാരമൊക്കെ ഭയങ്കര കാമാണ്, ഭയങ്കര പൊളൈറ്റ് ആൻഡ് കാമൊക്കെയാണ്. അപ്പോൾ പക്ഷേ ഇതെനിക്ക് തോന്നുന്നത് ഇപ്പൊ അദ്ദേഹത്തിന് ഡെഫിനറ്റ്ലി ഇത് വൺ ഓഫ് ദ ചിലപ്പോൾ ഇഷ്ടപ്പെട്ട്, ചിലപ്പോൾ സ്റ്റാർട്ടിംഗ് ഒക്കെ എത്രത്തോളം ഇഷ്ടപ്പെട്ടാണ് ചെയ്തതെന്ന് നമുക്ക് അറിയില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പടം തന്നെ അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ അല്ലേ. ഫസ്റ്റ് പടം മറ്റേ അങ്കമാലി, അതിനകത്ത് തന്നെ ആ ഒരു പിക്ചർ നമുക്ക് കിട്ടി. അപ്പൊ നമ്മൾക്ക് ഈ ഒരു സംഭവം ഇഷ്ടമുള്ളത് കൊണ്ട് അദ്ദേഹവും എന്താ പറയാ ആ ഒരു സംഭവമായിട്ട് ഇഷ്ടപ്പെട്ടാണോ എന്താ
എന്താണെന്ന് അറിയില്ല. പക്ഷെ ഈ ഒരു അടി എന്താ പറയാ, അടി ഇടി അല്ലെങ്കിൽ എന്താ പറയുക ഭയങ്കര ഒരു മാസ സംഭവങ്ങളൊക്കെ വരുമ്പോൾ നമ്മള് സുരേഷ് ഗോപി ചേട്ടനൊക്കെ വരുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫീല്, അവരൊക്കെ വരുമ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു ഫീൽ. അതിനുശേഷം എന്ന് പറയുന്നത് എനിക്ക് അറിയില്ല ആർക്ക് അങ്ങനെ ഒരു നമുക്ക് ഓക്കെ ഭയങ്കര ഒരു മാസ് എഫക്ട് തരാൻ പറ്റിയെന്ന് അറിയില്ല. ഒബിയസ്ലി ആന്റണിക്കാണ് അത് കുറച്ചും കൂടി ഇപ്പോ ചെയ്യാനായിട്ട് പറ്റുന്നത്. അടിപ്പടം എന്ന് പറയുമ്പോൾ ആന്റണി അതൊരു കിൻഡൽ അടിയായിരിക്കും. അടിക്കൊരു ഭയങ്കര വെയിറ്റ് ഉണ്ടാവും അല്ലെ, അടിക്കുന്ന ഓരോ അടിക്കും ഭയങ്കര ഒരു പവർ കൂടുതലായിരിക്കും. അതിപ്പോ എനിക്കൊന്ന് ഇപ്പൊ ചെയ്യുന്നതിൽ കുറച്ച് സ്റ്റൈലിഷ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഉണ്ണിമുകുന്ദനുണ്ട് ഒബ്വിയസ്ലി, മാർക്കോന്റെ അകത്ത് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് ചെയ്തേക്കണേ. പക്ഷെ ഈ ഒരു നാടൻ അടീന്റെ ഒരു പവർ കിട്ടുന്ന സമയത്ത് അത് ആന്റണി ഒരു രക്ഷയില്ല. ആൻഡ് ഇതിന്റെ ടീസറിന്റെ കട്ടും നല്ല രസമായിരുന്നു. കാരണം എന്താ പറയാ, കുറേ സീൻ കാണിച്ചില്ല, കുറേ കാണിക്കാണ്ട് കറക്റ്റ് ആ ഒരു ടീസറിൽ എന്താണോ കാണിക്കേണ്ടത്. നമുക്കൊരു ടൈറ്റിൽ അനൗൺസ്മെന്റ് വീഡിയോ ഒക്കെ പോലെ ഉണ്ടായിരുന്നു അല്ലെ, ഫുള്ളി ഒരു മറ്റേതല്ല, കറക്റ്റ് എന്താ പറയാ നമ്മൾക്കൊരു വൈബ് ഇതാണ് ഈ പടം അല്ലെങ്കിൽ അടിയാണ് ഇതിലുള്ളത്, അതാണുള്ളത്. അറ്റ് ദ സെയിം ടൈം ആ ഒരു കാട്ടാളൻ എന്ന് പറഞ്ഞ ആ ഒരു കാടും അവിടുത്തെ മൃഗങ്ങൾ, പ്രത്യേകിച്ച് ആന, അതാ കാണിക്കുന്നത്, കൊമ്പൊക്കെയോ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെയോ സംഭവങ്ങളാണെന്ന് തോന്നുന്നു വരാനായിട്ട്. പിന്നെ അഗെയിൻ സ്റ്റൈലിഷ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പക്ക ഒരു നാടൻ സംഭവം മാത്രമല്ല, അതിനകത്തും കൂടി കുറച്ചും കൂടി ഒരു സ്റ്റൈലിഷ് സംഭവം കൂടി ആഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഒരു രക്ഷയില്ലാത്ത സംഭവമായിരുന്നു, പ്രത്യേകിച്ച് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൂടി വന്നപ്പോൾ. അത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബോക്സിൽ പറയാം. അടുത്ത വീഡിയോയിൽ കാണാം.